നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിനു വേണ്ടി പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സഹോദരനും നടനുമായ ഇബ്രാഹിം കുട്ടി. സിനിമാ താരങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഇബ്രാഹിം കുട്ടിയുടെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വരാജിനെതിരെ പ്രചരണം നടത്തിയിരുന്ന ആളാണ് ഇപ്പറഞ്ഞ ഇബ്രാഹിം കുട്ടി. പൂണിത്തുറയിൽ സ്വരാജിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ കെ ബാബുവിന് വേണ്ടിയായിരുന്നു അന്ന് ഇബ്രാഹിം കുട്ടി രംഗത്തിറങ്ങിയത്. അന്ന് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തതിന്റെ പ്രായശ്ചിത്തമായാണ് ഇക്കുറി സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങിയത് എന്ന് ഇബ്രാഹിം കുട്ടി തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ തിരിച്ചറിവിന്റെ ഫലമാണിത്. നിലമ്പൂരിൽ വോട്ടില്ല, പക്ഷേ ചെയ്യാവുന്നത് സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതാണ്. സ്വരാജ് ആരെയും ചീത്ത പറയുകയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ല. അദ്ദേഹത്തിന്റെ വഴി സ്വയം ഉണ്ടാക്കിയതാണ്. അത് അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി പഠിപ്പിച്ചതാണ്. താൻ പ്രചരണത്തിന് ഇറങ്ങുന്നത് കൊണ്ട് മമ്മൂട്ടിക്കൊരു പ്രശ്നവുമില്ല. താൻ നേരത്തെയും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി ചോദിച്ചു, നിനക്കെന്താ ഒരു ഇടതുപക്ഷ ചായ്വെന്ന്. CPM-ൽ അംഗത്വം തന്നാൽ സ്വീകരിക്കുമെന്നും ഇബ്രാഹിം കുട്ടി പറയുന്നുണ്ട്. സ്വരാജിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഇബ്രാഹിം കുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു. കുറിപ്പ് ഇങ്ങനെയാണ്: 10-30 വർഷം വരെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് MLA-യും മന്ത്രിയും ഒക്കെ ആവുകയും ചെയ്യുന്നവർ കാലങ്ങൾക്ക് ശേഷം നിൽക്കുന്നിടം ശരിയല്ല, പുതിയ ഇടം തേടണമെന്ന് ചിന്തിച്ച് പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിൽപ്പിൽ മറുകണ്ഠം ചാടുകയും കാലുമാറുകയും ചെയ്യുമ്പോൾ അത് ചർച്ച പോലും ആകാത്ത ഇക്കാലത്ത് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സാധാരണ വോട്ടർ അയാൾക്ക് കൊള്ളാമെന്ന് തോന്നുന്ന നിലപാടുകളെ പിന്തുണച്ചാൽ അത് മഹാപാതകമാകുന്നതെങ്ങനെ? ഇപ്പോൾ ഇതെന്തിനു പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകും. ഒരു കാരണമുണ്ട്. നാട് ചിലപ്പോൾ ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ട്. ജനാധിപത്യത്തിൽ അനിവാര്യമായ സമയങ്ങളിൽ കാലം അവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലെന്ന് നടിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. നമുക്ക് മുന്നിൽ ഇക്കാലം സ്വരാജിനെയാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ എനിക്ക് വോട്ടില്ല, പക്ഷേ നിലമ്പൂർ കേരളത്തോടാകെ ആവശ്യപ്പെടുന്നത് സ്വരാജിനൊപ്പം നിൽക്കാനാണ്. മനസ്സുകൊണ്ടെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അയാൾക്കൊപ്പം നിൽക്കേണ്ടത്? അരക്ഷിതബോധം പടർന്നു പന്തലിച്ച നാളുകളിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വരാജിന്റെ വാക്കുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കരുത്തായി പെയ്തിറങ്ങിയിട്ടുണ്ടാകാതിരിക്കില്ല എന്നാണ് അദ്ദേഹം സ്വരാജിനെ വാഴ്ത്തി പറഞ്ഞത്. ജൂൺ 19-നാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്. ഇതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്.